നിങ്ങളിത് ഈ ഒരു കൊന്ത കണ്ടോ? ഈ ഒരു കൊന്തയെന്ന് പറയാനായിട്ട് എനിക്ക് ആദ്യം ഞാനായിട്ട് മേടിച്ച ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് പോയി മേടിച്ച് 40 രൂപ കൊടുത്ത് മേടിച്ചൊരു ജപമാലയായിരുന്നു. ഇത് മേടിച്ചിട്ട് നമ്മുടെ സാധാ മെഴുകുതിരിയും കത്തിച്ചാണ് ഞാൻ ആദ്യം മാതാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ആകെ അന്നേരം അറിയാവുന്നതെന്ന് പറയാനായിട്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി സർവ്വസ്നായ പിതാവ് മാത്രമേ എനിക്ക് ചൊല്ലാൻ അറിയൂ. അവിടുന്ന് ഞാൻ പിന്നെ യൂട്യൂബ് നോക്കി അന്നേരം അതിനകത്ത് അച്ഛൻ ഇങ്ങനെ ജപമാല ചൊല്ലുന്ന രീതി പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് ഞാൻ അത് പഠിച്ചു. അന്നേരം അതിനകത്ത് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അതെനിക്കറിയത്ത് പോലുമില്ല. ഈ സർവ്വസ്നായ പിതാവ് നന്മ പറയുമ്പോഴൊക്കെ ഞാൻ പഠിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ എൻ്റെ കൂടെ ക്രിസ്ത്യൻസ് പിള്ളേരുണ്ടായിരുന്നു. അവരോട് വൈകുന്നേരം പ്രയറിന് ഇരുന്നിരുന്നാണ് ഞാനത് അത്രയും പഠിച്ചത്. അന്നേരം ഞാൻ ചൊല്ലുന്നതാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി സർവ്വസ്നായ പിതാവ് ഞാനാണ് ചൊല്ലുന്നത്. എനിക്ക് കൊന്ത ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിനകത്ത് നോക്കി കൊന്ത ചൊല്ലുന്നത് പഠിച്ചു. വിശ്വാസ പ്രമാണം ഞാനൊരു ബുക്കിനകത്ത് എഴുതിയെടുത്തിട്ട് ഞാൻ നോക്കി ചൊല്ലി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് കൊന്ത ചൊല്ലുന്നത്. അന്നേരം എനിക്കുണ്ടായിരുന്ന കൃപാസന മാതാവിൻ്റെ അടുത്ത് ഒരു കൊന്ത വേണം, അച്ഛൻ ഇഞ്ചരിച്ച് കിട്ടിയ ഒരു കൊന്ത എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. മാതാവിൻ്റെ രൂപമുള്ള ഒരു കൊന്ത എന്നുള്ളതിൻ്റെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ പലരോടും ഞാൻ വന്നു, പക്ഷെ ആരും എനിക്ക് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. പല സാഹചര്യങ്ങളുണ്ടല്ലോ, ആ ഒരു സാഹചര്യത്തിന് കൃപാസനം വരെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമേ അല്ലായിരുന്നു. അതുകൊണ്ട് പോയുമില്ല. എന്നിട്ടും ഞാനിത് മുടങ്ങാതെ ഞാൻ രാവിലെ വൈകിട്ടും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഞാൻ ഈ കൊന്ത ചൊല്ലുമായിരുന്നു. അത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് എൻ്റെ ഒരു കൂട്ടുകാരി, പക്ഷെ അവളോട് ഞാനിങ്ങനൊന്നും പറഞ്ഞിട്ട് പോലുമില്ല, എനിക്കിങ്ങനെ കൊന്ത വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവളെയും ഞാനാണ് കൃപാസനത്തിനോട് പറഞ്ഞു വിട്ടത്. നീ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കുക, മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഞാനാണ് അവളെ കൃപാസനത്തിൽ പറഞ്ഞു വിട്ടത്. അവളും 2 വട്ടം പോയിട്ട് വന്നു. പക്ഷേ എനിക്കെന്തോ അവളോട് എനിക്കൊരു കൊന്ത വേണമെന്ന് പറയാനോ ഒന്നും തോന്നില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ഫോൺ വഴി കോൺടാക്ട് ചെയ്യുന്നതല്ലാതെ വീട്ടിൽ വരുമ്പോൾ എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഇവളൊരു വട്ടം പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. അന്ന് എൻ്റെ വീട്ടിൽ വന്നു. യാദൃശ്യമായിട്ട് എനിക്കിങ്ങനെ ഭയങ്കര സർപ്രൈസായിപ്പോയി ഇവളെ വന്നപ്പോഴത്തേക്കും. ഇവളെന്തായാലും എടുത്തിട്ടുണ്ട് ഞാൻ ആ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ വരുവാണ് എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് ഞാനൊരു സാധനം നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പം എനിക്ക് തോന്നി നിനക്ക് മേടിക്കണം എന്ന് തോന്നി ഞാൻ മേടിച്ചതാണ്, വെഞ്ചരിച്ച കൊന്തയാണ്. ഞാൻ ചോദിച്ചു എവിടുത്തെ? അങ്ങനെ പറഞ്ഞ കൃപാസനത്തിലെ വെഞ്ചരിച്ച കൊന്തയാണ് എന്നും പറഞ്ഞ് അവൾ എനിക്ക് കൊണ്ടു തന്നതാണ് ഈ കൊന്ത. അങ്ങനെ എനിക്ക് ആ പള്ളിയിൽ നിന്ന് എനിക്ക് മേടിച്ച് വെഞ്ചരിച്ച് കൊണ്ട് തന്ന കൊന്തയാണിത്. എന്നിട്ട് എൻ്റെ അടുത്ത് അവളൊരു കാര്യമാണ് പറഞ്ഞത്, രേഷ്മ ഇത് എനിക്ക് അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയത്തില്ല, നിനക്ക്